ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എക്സ്പ്രസിംഗ് ഡൗട്ട്, ഫിയർ, വറീസ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്. അപ്പോൾ അത് ഏതൊക്കെയാ വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കാം. എക്സ്പ്രസിംഗ് ഡൗട്ട്, ഫിയർ, വറീസ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്. സംശയം, ദയം, വിഷമം, നിരാശ, എനിക്ക് പ്രകടിപ്പിക്കൽ. വൈ ഈസ് ഇറ്റ് സോ? അതെന്തിനാണ് അങ്ങനെ? ഈസ് ഇറ്റ് സോ? അതങ്ങനെയോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഐ ആം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. ഇറ്റ്സ് നോട്ട് സർട്ടൺ. എനിക്ക് ഉറപ്പില്ല. ഐ ഡോണ്ട് ബിലീവ് സോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ആർ യു ഷുവർ? താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഐ ഡൗട്ട് സോ. ഞാൻ അങ്ങനെ സംശയിക്കുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഷുവർ. അത് തീർച്ചയായില്ല എന്ന് ഞാൻ കരുതുന്നു. ദാറ്റ്സ് കാൺ ബി ട്രൂ. അത് സത്യമായിരിക്കുകയില്ല. ഇറ്റ് സീംസ് ഡൗട്ട്ഫുൾ. അത് സംശയകരമാണെന്ന് തോന്നുന്നു. ഐ ആം നോട്ട് ഷുവർ ഓഫ് ഇറ്റ് നൗ. എനിക്ക് ഇപ്പോഴത് ഉറപ്പില്ല. ഐ ആം നോട്ട് അബ്സല്യൂട്ട്ലി ഷുവർ ഓഫ് ഇറ്റ്. എനിക്ക് അതേക്കുറിച്ച് പൂർണ്ണമായും തീർച്ചയായില്ല. ആർ യു ഷുവർ ദാറ്റ്? താങ്കൾക്കത് തീർച്ചയാണോ? ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. അത് അപരിചിതമാണോ? ഇറ്റ് സീംസ് സ്ട്രേഞ്ച്. അത് അപരിചിതമായി തോന്നുന്നു. ഇറ്റ്സ് നോട്ട് ക്ലിയർ സോ ഫാർ. അത് കൃത്യമായി പറയാനായിട്ടില്ല. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു ബിലീവ് സോ. യഥാർത്ഥമായും അത് അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമാണ്. പെർഹാപ്സ് ഇറ്റ് മേ ബി ട്രൂ. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. ഐ ആം നോട്ട് ഷുവർ വെദർ ഇറ്റ് ഈസ് റൈറ്റ്. അത് ശരിയാണോ എന്ന് എനിക്ക് തീർച്ചയായില്ല. ഐ ഡോണ്ട് സീ എനി പോയിന്റ് ഇറ്റ് ഡൂയിങ് സോ. അങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ ഒരു വസ്തുതയും കാണുന്നില്ല. ഇറ്റ് സീംസ് ഡൗട്ട്ഫുൾ ആൻഡ് സ്ട്രേഞ്ച്. അത് സംശയകരവും അപരിചിതവുമായി തോന്നുന്നു. ഇറ്റ് ഡസൻ മീൻ സോ. അങ്ങനെ അർത്ഥമാക്കുന്നില്ല. ഓ ഇറ്റ്സ് വറി മീ. ഓ അതെന്നെ വിഷമിപ്പിക്കുന്നു. ഐ ആം അപ്സെറ്റ്. ഞാൻ നിരാശനാണ്. ഐ ആം ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. ഞാൻ അങ്ങനെ നിരാശനാണ്. ഇറ്റ് വറീസ് മീ. അതെന്നെ ദുഃഖിപ്പിക്കുന്നു. റിയലി ഐ ആം വറീഡ്. യഥാർത്ഥത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ഫീൽ വെരി ബാഡ് ഓഫ് ദാറ്റ്. എനിക്കത് വളരെ വിഷമമുണ്ടാക്കുന്നു. ഐ ഫിയർ സോ. ഞാൻ പ്രകാശം ഭയപ്പെടുന്നു. ഇറ്റ് മേക്ക് മീ അൺഈസി. ഞാൻ അങ്ങനെ ആശ്വസിക്കുന്നു. ഐ ഫീൽ അൺഈസി. എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. ഐ ആം റിയലി സ്കെയർഡ് ഓഫ് ദാറ്റ്. യഥാർത്ഥത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നു. ഐ ഫിയർ സോ. ഞാൻ അങ്ങനെ ഭയപ്പെടുന്നു. ഇറ്റ് സ്കെയർസ് മീ മച്ച്. ഞാൻ അങ്ങനെ ഏറെ ഭയപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അത് വന്നിട്ട് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയും സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സുമാണ് എടുക്കുന്നത്. സോ ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ആ ചാനൽ ഒന്ന് കാണുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.